എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഒരുപാട് വേദനയിൽ പതി എഴുന്നേറ്റ് നടക്കും. അപ്പൊ ദൂരത്തായി നമ്മുടെ ആൾക്കാരുടെ പേടകം അത് അവിടേക്ക് വന്ന് അവരാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ കടന്നു വരികയാണ്. ലോഞ്ചിന്റെ കാലാണെങ്കിൽ വലിയൊരു കട്ടയിൽ പോയി ഇടിക്കും. ആണെങ്കിൽ വേദന കൊണ്ട് നിലവിളിക്കും. എല്ലാം കൈവിട്ടു പോയെന്ന് കരുതി അവർ ഭയന്ന് നിൽക്കുമ്പോഴായിരിക്കും മാർഷൽ ആർട്സ് മാൻ അവിടേക്ക് കടന്നു വരിക. അവനെ കാണേണ്ട താമസം അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവർ ഓടി വന്ന് അവനെ റൗണ്ട് ചെയ്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഗോക്കുവിന് എന്ത് സംഭവിച്ചു ചോദിക്കും. അവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഗോക്കു ഇപ്പോഴും ജീവനോട് കൂടെയുണ്ട്. മാത്രമല്ല ആ മോൺസ്റ്ററിനെ അവൻ ഇല്ലാതാക്കി. വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് അവനിപ്പോൾ ജനങ്ങളെയും ഈ ഒരു ലോകത്തെയും തന്നെ രക്ഷിച്ചിരിക്കുന്നത്. ഗോക്കു അടിപൊളിയാണെന്ന് പറഞ്ഞ് അവർ തുള്ളിച്ചാടും. പക്ഷേ ഇത് നഷ്ടപ്പെട്ടു പോയതൊന്നും തന്നെ നിസ്സാരമല്ല. അവരെ ഇനി തിരികെ പിടിക്കാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ച് അവരല്പനേരം സാഡാവും. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാന്റെ പരിക്ക് പറ്റിയ ഭാഗത്ത് മരുന്നുകളൊക്കെ വെച്ചു കൊടുക്കും. ബുൽമയാണെങ്കിൽ ഇപ്പോ മീഡിയാസിനെയും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഗോക്കു ആ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്ത ന്യൂസ് അത് അറിയിക്കുകയാണ്. ആ ഒരു രാജ്യം മുഴുവനും ഇപ്പൊ ആ ഒരു വിജയം അത് ആഘോഷിക്കും. അവർ പാട്ടുപാടിയും പടക്കം പൊട്ടിച്ചും കഴിച്ചും അത് എൻജോയ് ചെയ്യാണ്. ഇവിടെ ചീഫ് ആണെങ്കിൽ വീണ്ടും ആ ഒരു രാജ്യത്തിന്റെ ഭരണം അത് ഏറ്റെടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സോൾജിയേഴ്സ് പുറത്തേക്ക് ചാടിപ്പോയ ക്രിമിനൽസിനെ ഒന്നൊന്നായി ഇപ്പൊ തിരികെ സ്ഥലയിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങും. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഉണ്ടപ്പന്റെ സഹായത്താൽ വീണ്ടും ആ പിരമിഡിന്റെ മുകളിലെത്തി. ക്യാറ്റ് ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. നിന്റെ ഈ വിജയം കാണാൻ സാധിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഗോക്കു ആണെങ്കിൽ ക്യാറ്റിനോട് പറയും, ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. അതിന് ക്യാറ്റ് പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ ഞാൻ ബാക്ക് ടു നോർമൽ ആക്കും. ഗോക്കു ആണെങ്കിൽ വയറിൽ കൈ പിടിക്കും. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും തരണം. അത് കേട്ട് ക്യാറ്റ് ഫ്ലാറ്റ് ആവുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരുടെ കാമേ ഹൗസ് കാണിക്കും. അവിടെ ഒരു ഫുഡ് ഉണ്ടാക്കിയും നാഷണലായിട്ട് സംസാരിച്ചും ചില്ല് ചെയ്യുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഒരു കാര്യം തീർത്തു പറയും, ഈ ലോകത്തിൽ തന്നെ ഇത്രയും പവർഫുൾ ആയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഗോക്കു ആണ് ഏറ്റവും പവർഫുൾ, ഈ ലോകത്തിന് തന്നെ രക്ഷകൻ. അവന്റെ മനസ്സ് അത് വളരെ നല്ലതാണ്. അത് കേട്ട് എല്ലാവരും സന്തോഷിക്കും. പക്ഷെ അടുത്ത നിമിഷം അവർക്ക് മൊട്ടപ്പനെയും മാസ്റ്റർ റോഷിയെയും പയ്യനെയും ഒക്കെ തന്നെ ഓർമ്മ വരികയാണ്. അവരുടെ വേർപാട് അത് അവർക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവരാണെങ്കിൽ കല്ലുകളായി മാറിയ ആ ഡ്രാഗൺ ബോൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഓ നോ, ഈ ഡ്രാഗൺ ബോൾ അതിനി പഴയതുപോലെ ആവില്ലേ? അത് പഴയതുപോലെ ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ തിരികെ പിടിക്കാൻ പറ്റൂ. കട്ട് ചെയ്താ ഇപ്പോൾ ഒരു നദി കാണിക്കും. നദിക്കരയിൽ ഒരു അമ്മൂമ്മയാണെങ്കിൽ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുകയാണ്. അമ്മമാരാണെങ്കിൽ എന്തോ ഒന്ന് കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. വരുന്നത് മറ്റൊന്നുമല്ല, ആ മോൺസ്റ്റർ അത് തുപ്പി എറിഞ്ഞ ആ ഒരു മുട്ട. അതാണെങ്കിൽ ഇപ്പൊ നദിയിലൂടെ ഒഴുകി ആ ഭാഗത്തുനിന്ന് സ്റ്റെക്കാവും. ആ ഗ്രാൻഡ്മയാണെങ്കിൽ അതുകൊണ്ട് ഭയന്ന് ഇപ്പൊ വീട്ടിലേക്ക് ഓടി വരികയാണ്. ടി വി ഒക്കെ കണ്ട് ഹായ് ആയിട്ടിരുന്ന ഗ്രാൻഡ്പയോട് ഗ്രാൻഡ്മ ഇപ്പൊ ആ കാര്യം പറയും. അവരാണെങ്കിൽ ഷോക്കായി രണ്ടുപേരും ചേർന്ന് ആ ഒരു മുട്ട അതൊരു വണ്ടിയിൽ എടുത്തു വെക്കും. ആ മുട്ട തകർത്ത് അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് അറിയാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. പക്ഷെ അടുത്ത നിമിഷം ആ മുട്ട പൊട്ടി അതിൻ്റെ ഉള്ളിൽ ഒരു കൊച്ച് മോൺസ്റ്ററിനെ അവർ കാണും. അവരാണെങ്കിൽ ഇതിനെ കണ്ട് ഭയപ്പെട്ട് അങ്ങനെ കണ്ണു പൊത്തിയിരിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗോക്കു, അവനാണെങ്കിൽ ഫുഡും എനർജിയും ഒക്കെ കിട്ടി ബാക്ക് ടു നോർമലായി കഴിഞ്ഞു. അവന്റെ പരുക്കളൊക്കെ ക്യൂറായി അധികം ഹാപ്പി ആയിട്ട് അവൻ അങ്ങനെ തുള്ളിച്ചാടുകയാണ്. ഉടനെ ആ ക്യാറ്റ് ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, സത്യത്തിൽ നിന്റെ പവറിനെ അതിശയിപ്പിച്ച് കളഞ്ഞു. ആ ഒരു മോൺസ്റ്ററിനെ തകർക്കാൻ കഴിയുമെന്ന് എനിക്കും വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നീ ശരിക്കും വളരെ പവർഫുൾ തന്നെയാണ്. ഇനി ആ ഡ്രാഗൺ ബോൾ അതുപയോഗിച്ച് നമുക്ക് നഷ്ടപ്പെട്ടത് നേടിയെടുക്കാൻ കഴിയും. ഗോക്കു ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ഇപ്പൊ ആ ക്യാറ്റിനോട് ചോദിക്കും, നിങ്ങൾക്ക് ഡ്രാഗൺ ബോളിനെ കുറിച്ച് അറിയോ? അതിന് ആ ക്യാറ്റ് പറയും, എനിക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയാം. ഉണ്ടപ്പനാണെങ്കിൽ അത് കേട്ട ആ ക്യാറ്റിനോട് പറയും, ഓൾറെഡി ആ ഡ്രാഗണെ ആ മോൺസ്റ്റർ കൊന്നു. സോ ഇനിയും ആ ഡ്രാഗൺ ബോൾ അത് പഴയതുപോലെ ആവുമോ? അത് കേട്ട് ക്യാറ്റ് ഞെട്ടും. ക്യാറ്റ് ആണെങ്കിൽ വീണ്ടും വീണ്ടും അത് ഗോക്കുവിനോട് ചോദിക്കും, സത്യമാണോ ആ ഡ്രാഗണെ അവൻ നശിപ്പിച്ചോ? അതിന് ഗോക്കു അതെ, അത് നശിപ്പിക്കപ്പെട്ടു എന്ന് പറയും. ക്യാറ്റ് ആണെങ്കിൽ നിരാശയോടുകൂടെ തല താഴ്ത്തും. അങ്ങനെ ഒരു മൂവ്മെന്റ് അവന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. എറ്റേണൽ പവർ കിട്ടിയ അവൻ ആ ഡ്രാഗണെ തന്നെ ഇല്ലാതാക്കിയല്ലേ. ഡ്രാഗണെ കൊണ്ടും ഡ്രാഗൺ ബോൾസ് കൊണ്ടും മാത്രമേ മരിച്ചുപോയവരെ തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയൂ. അതില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഗോക്കുവിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. പിന്നെ ഉണ്ടപ്പനാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും, സംടൈംസ് ലൈഫ് വളരെ അൺഫെയർ ആയിരിക്കും, നമുക്ക് ഒന്നും ചെയ്യാനാവില്ല, അതാണ് ലൈഫ്. ഈ റിയാലിറ്റി അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അടുത്ത നിമിഷം നമ്മുടെ ക്യാറ്റ് ആണെങ്കിൽ ഒരുപാട് നേരം ആലോചിച്ച് ഇപ്പൊ ഗോക്കുവിനോട് പറയും, ഓ നോ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാനായിട്ട് വിട്ടുപോയി. നമുക്ക് ആ ഡ്രാഗണെ തിരികെ കൊണ്ടുവരാനായിട്ട് ചെറിയൊരു വഴിയുണ്ട്. ആ ഡ്രാഗൺ ബോൾസ് ക്രിയേറ്റ് ചെയ്ത ആളോട് തന്നെ അതിനെക്കുറിച്ച് പറയണം. പക്ഷെ അവന് അത് ചെയ്യാനായിട്ട് കഴിയും. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഓ നോ, ആ ഡ്രാഗൺ ബോൾ അത് ഒരാൾ ക്രിയേറ്റ് ചെയ്തതാണോ? അതിന് ആ ക്യാറ്റ് പറയും, അതെ, കരുതും പോലെ അത് തനിയെ ഉണ്ടായതല്ല, അതൊരാൾ ക്രിയേറ്റ് ചെയ്തതാണ്. ആണെങ്കിൽ വീണ്ടും വീണ്ടും അത് ആരാണെന്ന് ചോദിക്കും. അതിന് ആ ക്യാറ്റ് പറയും,
കോമിക്കായി അവനാണ് അത് ക്രിയേറ്റ് ചെയ്തത്. ഉണ്ടപ്പനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ പറയും ഇത് വെറും മിത്താണ്, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കല്ല മറിച്ച് കളിയാക്കാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ മാറിപ്പോവും. ഗോക്കു ആണെങ്കിൽ അത് ആരാണെന്ന് വീണ്ടും വീണ്ടും ചോദിക്കും. അതിന് ഉണ്ടപ്പൻ പറയും നീ വെറുതെ സമയം കളയണ്ട, അതൊരു മിത്ത് മാത്രമാണ്, നമ്മളെ കളിപ്പിക്കുകയാണ്. അതിന് ക്യാറ്റ് പറയും നിങ്ങൾക്കെല്ലാം അത് മിത്തായിട്ടാണ് തോന്നുക, പക്ഷെ യഥാർത്ഥത്തിൽ അത് മിത്തല്ല. അങ്ങനെ ഒരാളുണ്ട്, പ്യൂറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അദ്ദേഹത്തെ കാണാനായിട്ട് കഴിയൂ. അദ്ദേഹമാണ് ആ ഡ്രാഗൺ ബോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നിനക്ക് അത്തരത്തില് പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഉണ്ട്, സോ തീർച്ചയായിട്ടും നിനക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും. പക്ഷെ ഉണ്ടപ്പ നിനക്ക് ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. ഉണ്ടപ്പനാണെങ്കിൽ ഒരു ലോഡ് പുച്ഛം അതങ്ങനെ വാരി എറിയാണ്. എനിക്ക് ആരെയും കാണേണ്ട ആവശ്യമില്ല. ഗോക്കു ആണെങ്കിൽ അദ്ദേഹം എവിടെയാണെന്ന് ചോദിക്കും. അതിന് ക്യാറ്റ് പറയും ഈ ഒരു ടെമ്പിളിന്റെ മുകളിൽ. ഉണ്ടപ്പനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ഇതാണ് ഈ ഒരു പിരമിഡിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ, ഇതിന്റെ മുകളിൽ ഒന്നുമില്ല. അതിനാ ക്യാറ്റ് പറയും ഇതിന്റെ മുകളിൽ സ്കൈ ഉണ്ട്, അതിന്റെ മുകളിലാണ് അദ്ദേഹം ഉള്ളത്, നിനക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാം. ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. ഞാൻ എങ്ങനെ മുകളിലേക്ക് പോകും, അവിടേക്ക് പോകാൻ എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടോ? അതിന് ക്യാറ്റ് പറയും അത്ര എളുപ്പത്തിൽ ആർക്കും മുകളിലേക്ക് പോകാൻ പറ്റില്ല. ഉണ്ടപ്പനാണെങ്കിൽ ഫ്ലൈയിങ് നിംബസിനെ കുറിച്ച് ചോദിക്കും. അതിന് ക്യാറ്റ് പറയും അതിനെ കൊണ്ടൊന്നും അവിടേക്ക് എത്താൻ പറ്റില്ല. ഗോക്കു ആണെങ്കിൽ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുമ്പോൾ ക്യാറ്റ് ഗോക്കുവിനോട് പറയും ഓൾറെഡി അവിടേക്ക് പോകാനുള്ള സൊല്യൂഷൻ അത് നിന്റെ കയ്യിലുണ്ട്, അത് മറ്റൊന്നുമല്ല നിന്റെ പവർ ബോൾ സ്റ്റിക്ക്. അത് കേട്ട് ഇപ്പൊ ഗോക്കു ഞെട്ടും. അതൊരു സാധാരണ സ്റ്റിക്കല്ല, അതുപയോഗിച്ച് നിനക്ക് ഈ ടെമ്പിളിന്റെ മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള ഒരു വെപ്പനാണത്. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഓ ഞാൻ കരുതിയത് ഇത് വെറും ഒരു സ്റ്റിക്ക് മാത്രമാണെന്നാണ്, ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. ഗോക്കു ആണെങ്കിൽ ആ സ്റ്റിക്ക് എടുക്കാൻ നോക്കും. അതിപ്പോ അവന്റെ പുറകിലില്ല. അവനാണെങ്കിൽ അത് കണ്ട് ഷോക്ക് ആവുകയാണ്. ഉണ്ടപ്പം പറയും ലാസ്റ്റ് ടൈം നീ ആ മോൺസ്റ്ററിനെ കൊല്ലുന്ന സമയത്ത് നീ ആ സ്റ്റിക്ക് അത് താഴെ കിട്ടിരുന്നു. ഗോക്കു ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവന്റെ ഫ്ലൈയിങ് നിംബസിനെ വിളിച്ച് അവിടേക്ക് പോകാൻ തയ്യാറെടുക്കും. അതുകൊണ്ട് ക്യാറ്റ് ആണെങ്കിൽ ഗോക്കുവിനോട് പറയും ഇത് പെർഫെക്റ്റ് സമയമാണ്, ഒരുപാട് നേരം നീ ലേറ്റ് ആവാനായിട്ട് പാടില്ല, എത്രയും വേഗം തിരികെ എത്തണം. ഗോക്കു ആണെങ്കിൽ അതിന് ഓക്കെ പറഞ്ഞ് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ ചീഫിനെ കാണിക്കും. ആളാണെങ്കിൽ ന്യൂസ് റിപ്പോർട്ടേഴ്സിന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഒരു ചെറിയ പയ്യൻ, അവനാണ് ആ മോൺസ്റ്ററിനെ ഇല്ലാതാക്കിയത്. അവനെ ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടതാണ്, അവനെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സിറ്റി അത് റീബിൽഡ് ചെയ്യും, പിന്നീട് കാസ്റ്റില്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് ആ പയ്യനെ കണ്ടെത്തണം എന്ന് പറയുന്ന അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരും. ഗോക്കുവിനെ കണ്ട് എല്ലാവരും പാനിക്കായി ഓരോ ഭാഗത്തേക്ക് ഓടും. സോൾജിയേഴ്സ് ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ തയ്യാറാവുകയാണ്. അടുത്ത നിമിഷം ആ സോൾജിയർ ബാക്കിയുള്ള സോൾജിയേഴ്സിനെ തടയും. ചീഫ് ആണെങ്കിൽ ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. നിന്നെയാണ് ഞാൻ ഇത്രയും സമയം അന്വേഷിച്ചുകൊണ്ടിരുന്നത്, ഈ ലോകത്തെ രക്ഷിച്ചത് അത് നീയാണ്. ഗോക്കു ആണെങ്കിൽ ചീഫിനോട് അവന്റെ പവർ ബോൾ സ്റ്റിക്കിനെ കുറിച്ച് ചോദിക്കും. ആളാണെങ്കിൽ ഇപ്പോൾ സോൾജിയേഴ്സിനോട് അതിനെക്കുറിച്ച് തിരക്കും. അതിനാ സോൾജിയേഴ്സ് പറയും അത്തരത്തിലൊന്നും കണ്ടെത്താനായില്ല, ഇവിടെ മുഴുവൻ അത് തകർന്ന് കിടക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവരുടെ ഇടയിലൂടെ അത് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. ചീഫ് ആണെങ്കിൽ ഈ പയ്യനാണ് ആ മോൺസ്റ്ററിനെ നശിപ്പിച്ച് കളഞ്ഞതെന്ന് ഇപ്പൊ മീഡിയാസിനോട് പറയും. അത് കേൾക്കേണ്ട താമസം മീഡിയാസ് ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി ഗോക്കുവിനെ വളയും. ഗോക്കു ആണെങ്കിൽ നൈസായി അടുത്തേക്ക് വന്ന് എന്റെ പവർ ബോൾ കണ്ടുപിടിക്കാൻ ആ എൽഡർ ലേഡി അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് കടന്നു പോവാണ്. ഗോക്കു ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വന്ന് നടന്നതെല്ലാം പറയും. ഇവിടെയാണെങ്കിൽ അവരുടെ ഗ്ലോബില് ആ സ്റ്റിക്ക് എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തും. അതിപ്പോൾ ഉള്ളത് കാമേ ഹൗസിലാണ്. ഗോക്കുവിനാണെങ്കിൽ ഡബിൾ ഹാപ്പി. അവരാണെങ്കിൽ സ്ട്രെയിറ്റ് ആയി കാമേ ഹൗസിലേക്ക് വരും. ഒരുപാട് ദിവസത്തിന് ശേഷം ഗോക്കുവിനെ കണ്ടതിൽ എല്ലാവരും ഹാപ്പി ആവും. ഗോക്കു ആണെങ്കിൽ അവന്റെ പവർ ബോൾ സ്റ്റിക്കിനെ കുറിച്ച് ചോദിക്കും. അതിനാ മാർഷൽ ആർട്സ് മാൻ പറയും നിനക്കത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എടുത്തോണ്ട് വന്നതെന്ന് പറഞ്ഞ് അവൻ ആ ടേബിളിലേക്ക് ചൂണ്ടും. അവിടെ ഇപ്പൊ അത് കാണാനില്ല. അടുത്ത നിമിഷം ലോഞ്ച് ആണെങ്കിൽ അത് ബാത്റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്. ഗോക്കു ആണെങ്കിൽ അവരോട് പറയും ഈ പവർ ബോൾ സ്റ്റിക്ക് ഉപയോഗിച്ച് എനിക്ക് മാസ്റ്റർ റോഷിയെയും മൊട്ടപ്പനെയും കുഞ്ഞിപ്പയ്യനെയും തിരികെ കൊണ്ടുവരാൻ കഴിയും, ആയിട്ട് ഞാൻ അവരുമായിട്ട് കടന്നു വരുന്നു പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അങ്ങനെ അവിടുന്ന് ഫ്ലൈ ചെയ്ത് പോവാണ്. എല്ലാവരും ഗോക്കുവിനെ കണ്ട് കൈവീശി കാണിക്കും. കട്ട് ചെയ്ത ഇവിടെ ആ സൺ മോൺസ്റ്റർ അതാണെങ്കിൽ ഇപ്പൊ ആ വില്ലേജിലുള്ള ഓരോ വീടുകളായിട്ട് നശിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ലക്ഷ്യം ഗോക്കു ആണ്. അവൻ ടെററായിട്ട് അത് പ്ലാൻ ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.